ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് 3-ാം ക്ലാസ്സിലെ മലയാളം 1-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ പാഠം പൂമുട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പാഠഭാഗം വായിച്ചിരുന്നു. ഇതിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ അർത്ഥവുമൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? എന്തിനെക്കുറിച്ചായിരുന്നു ഈ പാഠം? മദർ തെരേസയുടെ മഹതിയായ മദർ തെരേസയുടെ ജീവിത ചരിത്രത്തെയാണ് ഇതിൽ പറയുന്നത്. ചെറുപ്പകാലത്ത് അവര് ഒരു പ്രശ്നത്തിൽപ്പെട്ടതും അമ്മ ആ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞതും ഒക്കെ ആയിരുന്നു അല്ലേ? അന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമായിരുന്നു നമ്മൾ പഠിപ്പിച്ചിരുന്നത്. എന്തായിരുന്നു? മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നുള്ള വലിയൊരു പാഠഭാഗമാണ് നമ്മളെ പഠിപ്പിച്ചത്. ഏതായാലും നിങ്ങൾ ഒരിക്കൽ കൂടി ഈ പൂമുട്ട് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ നന്നായി വായിക്കണം. അനവധി പ്രാവശ്യം വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൻ്റെ ആശയം കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ പാഠഭാഗത്തും നമ്മൾ ടീച്ചർ നമ്മോട് പറഞ്ഞത് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. പാഠഭാഗം നന്നായി വായിക്കാനും പിന്നെ കുറച്ച് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങളായി തന്നിട്ടുണ്ട്, അത് ചെയ്യാനുമൊക്കെയാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്തൊക്കെയായിരുന്നു എന്ന് ടീച്ചർ നമ്മോട് പറഞ്ഞ പ്രവർത്തനങ്ങൾ ഇന്ന് നോക്കാം. നമ്മോട് ചെയ്യാൻ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് കൂട്ടുകാർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4 പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. ഈ പ്രവർത്തനം ചെയ്യാൻ ഞാൻ സൂചിപ്പിച്ച പോലെ പാഠഭാഗം വായിക്കണം. പാഠഭാഗം വായിച്ചതിന് ശേഷം ആശയം കണ്ടെത്താം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കി തന്നെയാണ് ആശയം കണ്ടെത്താം എന്ന് പറയുന്ന പ്രവർത്തനം. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. 2 മഹത് വചനങ്ങൾ ശേഖരിക്കാം എഴുതാം എന്നുള്ള ഒരു പ്രവർത്തനമാണ്. 3 പദസൂര്യൻ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനം തന്നെയാണ്. 4 പദസൂര്യനിലെ പദങ്ങൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിച്ചെഴുതാനുള്ള ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ 4 പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മോട് പറഞ്ഞത്. ഒന്നാമത്തെ പ്രവർത്തനം ആശയം കണ്ടെത്താം എന്ന് പറയുന്ന പ്രവർത്തനം. അതെന്താണെന്ന് നോക്കാം. ടെക്സ്റ്റ് പുസ്തകത്തിൽ നോക്കൂ, 19-ാമത്തെ പേജിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ആശയം കണ്ടെത്താം. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. ഈ വാക്കുകളിലെ ആശയം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതുക എന്നാണ് പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. അത് സൂചിപ്പിക്കുന്ന ഒരു കഥ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അതുമായി ബന്ധപ്പെട്ട ഒരു പാഠഭാഗത്ത് പ്രത്യേകം ഒരു ഭാഗം നമ്മൾ പറയുകയും ചെയ്തിരുന്നു. ഓർമ്മയില്ലേ? അമ്മ ആ ലൈറ്റ് ഓഫാക്കിയ ഒരു കഥ ഓർമ്മയില്ലേ? അത് മനസ്സിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്ന എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നതിൻ്റെ ആശയം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതണം. നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ സ്വന്തം നിലയിൽ എഴുതണം. നിങ്ങൾ സ്വന്തം നിലയിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതിയ ശരിയാണോ എന്ന് ഒത്തുനോക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു മോഡൽ, ഒരു മാതൃക കാണിച്ചു തരാം. നോക്കൂ, ഇതാണ് ആശയം കണ്ടെത്താം. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? മനുഷ്യരാകുന്ന നമ്മളിലെല്ലാം കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും. അതിലും ഏറെയായിരിക്കും അവരിലെ നന്മകൾ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നന്മകൾ ഒരു പക്ഷെ അതിലും കൂടുതലായിരിക്കും. ഇന്ന് കഥ പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ഒരു വെള്ളപ്രതലത്തിൽ ഒരു കറുത്ത പൊട്ട് കണ്ട ഒരു ഉദാഹരണം പറഞ്ഞില്ലായിരുന്നു? അതുപോലെ തന്നെ നമ്മുടെ മനസ്സിലെ നന്മകൾ ഒരു പാടുണ്ടാകും. നമ്മൾ മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്യണം. കുറ്റം മാത്രം പറയുന്നവരുടെ മനസ്സിലെ പ്രകാശം കാലം ചെല്ലും തോറും കെട്ടുപോകും അല്ലെ? കുറ്റം പറഞ്ഞ് നമ്മളെ മനസ്സിലെ നന്മ എന്ത് ചെയ്യും? പ്രകാശം കെടുക എന്നതിന് പറയാം. നന്മ ഇല്ലാതായി പോകും. കുറ്റം കണ്ടെത്തിന് മാത്രം പണിയായി മാറും. അവരറിയാതെ തിന്മയുടെ ഇരുട്ടിലകപ്പെടും. നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും വാക്കുകളും പ്രകാശം പരത്തും. ചീത്ത വാക്കും പ്രവൃത്തികളും ഇരുട്ടും. മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇരുട്ട് നീങ്ങി നന്മയുടെ വെളിച്ചം പകരും. ഇതാണ് ഈ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും എന്നുള്ളതിൻ്റെ ആശയത്തിൻ്റെ ഒരു രൂപം. ഇതിന് നന്നായി നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഏതായാലും നിങ്ങൾ ഇതിൻ്റെ ആശയം എഴുതി നിങ്ങൾ എന്ത് ചെയ്യണം? ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഇനി രണ്ടാമത് പറഞ്ഞത് നോക്കൂ, എന്തെല്ലാം നന്മകൾ എന്ന് പറയുന്ന ഈ 19-ാമത്തെ പേജിൽ തന്നെ ഒരു പദസൂര്യൻ തന്നിട്ടുണ്ട്. പദസൂര്യൻ എന്ന് പറഞ്ഞാൽ അറിയാലല്ലേ? ഒരു കേന്ദ്രപദം, ആ കേന്ദ്രപദത്തോട് ഒത്തുവരുന്ന വേറെ പദങ്ങൾ. ഇവിടെ നന്മ ഒരു കേന്ദ്രപദമായിട്ട് എടുത്തത്. എന്തെല്ലാം നന്മകളുണ്ട്? സ്നേഹം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു നന്മയാണ്.
കാരുണ്യം എന്ന് പറയുന്നത് വേറെ നന്മയാണ്. ഇങ്ങനെയുള്ള നന്മയുടെ എന്തൊക്കെ വാക്കുകൾ, നന്മയുടെ എന്തൊക്കെ ശീലങ്ങൾ, നന്മയുടെ എന്തൊക്കെ സ്വഭാവങ്ങൾ ഉണ്ട് എന്നത് എഴുതാനാണ്, ഈ പദസൂര്യൻ പൂർത്തിയാക്കി എഴുതാനാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ പരമാവധി അന്വേഷിച്ച് കണ്ടെത്തി എഴുതുക. എഴുതിന് ശേഷം നിങ്ങൾക്ക് ഒത്തുനോക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു മാതൃക കാണിച്ചു തരാം. നോക്കൂ, എന്തെല്ലാം നന്മകൾ. നേരത്തെ എഴുതിയ ഇതടക്കമുള്ള കുറച്ച് വാക്കുകളാണ്. കാരുണ്യം, വിനയം, വാത്സല്യം, സൗഹൃദം, സത്യം, ദാനം, സ്നേഹം, പരോപകാരം, നീതി, ധർമ്മം, ത്യാഗം, സേവനം, ദയ, ക്ഷമ. ഇവയൊക്കെ എന്താണ് നന്മകളാണ്. നന്മ ഈ വാക്കിൽ തന്നെ നമുക്ക് നന്മയുടെ ഒരു വാക്കുകളാണ് ഇതിലൊക്കെ അല്ലെ, ഒരു പദങ്ങളാണുള്ളത്. അപ്പൊ നന്മ, ഇതൊക്കെ നന്മകളാണ്. ഇതിൽ നിന്നും ഏതാനും പദങ്ങൾ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, ആ പദസൂര്യനിൽ പൂർത്തിയാക്കി എഴുതാം. ക്ലിയർ ആണല്ലേ? ഇവിടെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്, ബാക്കി നിങ്ങൾക്ക് നിങ്ങൾ ഇനിയും കണ്ടെത്തി എഴുതാൻ കഴിയും. അത് മാത്രമല്ല പറഞ്ഞത്, ഈ നന്മകളുടെ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്യത്തിൽ പ്രയോഗിക്കാൻ, വാക്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വാക്കാണ് സ്നേഹം അല്ലേ? സ്നേഹം ഒരു വാക്കാണ്. ഈ വാക്കിനോട് കൂടി കുറച്ച് വാക്കുകൾ കൂടി ചേർന്നാൽ വാക്യങ്ങളായി മാറും. അനവധി വാക്കുകൾ കൂടുന്നതാണ് വാക്യങ്ങൾ അല്ലെ? ഇങ്ങനെ വാക്യങ്ങൾ എഴുതാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾ ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതി നോക്കുക. ഞാനും കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, വാക്യങ്ങൾ നിർമ്മിക്കുക. കാരുണ്യം, നമ്മൾ ആദ്യം പറയും കാരുണ്യം. കരുണയുള്ള ഹൃദയം നന്മ നിറഞ്ഞതായിരിക്കും അല്ലെ? കരുണയുള്ള ഹൃദയം നന്മ നിറഞ്ഞതായിരിക്കും. വിനയം, മുതിർന്നവരോട് നമ്മൾ വിനയത്തോടെ പെരുമാറണം. മുതിർന്നവരോട് നമ്മൾ വിനയത്തോടെ പെരുമാറണം. അതൊക്കെ വാക്യത്തിൽ പ്രയോഗിച്ചതാണ്, വാക്യങ്ങൾ ഉണ്ടാക്കിയതാണ്. വാത്സല്യം, കുട്ടികളോട് നമ്മൾ വാത്സല്യം കാണിക്കാറുണ്ട്. കുട്ടികളോട് നമ്മൾ വാത്സല്യം കാണിക്കാറുണ്ട്. സൗഹൃദം, നമുക്ക് ധാരാളം നല്ല സൗഹൃദങ്ങളുണ്ട്, നല്ല കൂട്ടുകെട്ട് അല്ലെ? സത്യം, ഏത് അവസരത്തിൽ നമ്മൾ സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ പറയാവൂ. ദാനം, പാവപ്പെട്ടവർക്ക് നമ്മൾ ദാനം ചെയ്യുന്നത് ശീലമാക്കണം. പാവപ്പെട്ടവർക്ക് നമ്മൾ ദാനം ചെയ്യുന്നത് ശീലമാക്കണം. സ്നേഹം, നമ്മെ ദ്രോഹിക്കുന്നവരെയും സ്നേഹിക്കാൻ പഠിക്കണം. നമ്മെ ദ്രോഹിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കാൻ പഠിക്കണം. പരോപകാരം, മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്ന ശീലം നമ്മൾ വളർത്തണം. എന്താ പരോപകാരം എന്ന് പറഞ്ഞാൽ? പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം, അതിനാണ് പരോപകാരം എന്ന് പറയുന്നത്. ചെയ്യുന്നത് നമ്മൾ ശീലമാക്കി വളർത്തണം. നീതി, ഏതൊരാളോടും നീതിയോടെ പെരുമാറണം. ഏതൊരാളോടും നീതിയോടെ പെരുമാറണം. നമുക്ക് ഇവിടെ കുറച്ച് പദങ്ങളാണ് വാക്യത്തിൽ പ്രയോഗിച്ച് വാക്യം നിർമ്മിച്ചത്. ഇനിയും ധാരാളം പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് വാക്യം നിർമ്മിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ വാക്യം നിർമ്മിച്ച് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പൊ നോക്കൂ, നമ്മൾ ഇതൊക്കെ ചെയ്തു. ഇനി ഇതിൽ ചെയ്യാനുള്ളത് വലിയൊരു പ്രവർത്തനമാണ് മഹത് വചനങ്ങൾ ശേഖരിക്കാമെന്നാണ്. മഹത് വചനങ്ങൾ ശേഖരിക്കാം. എന്താ ഈ മഹത് വചനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹത് എന്ന് പറഞ്ഞാൽ മഹത്തായ എന്നാണ്, മഹാന്മാരുടെ എന്നൊക്കെ പറയാം. മഹാന്മാരുടെ വചനങ്ങൾ, ഒരുപാട് മഹാന്മാരുടെ നമ്മുടെ ലോകത്ത് കടന്നുപോയി. അങ്ങനത്തെ ഒരു മഹതിയെ കുറിച്ചാണ്. മഹാന്മാർ തന്നെ ആണുങ്ങളാണ്, മഹതി എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളാണ് കേട്ടോ. പെണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് മഹതി. ഓക്കെ, അപ്പോൾ ധാരാളം മഹാന്മാരും മഹതികളും നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ വലിയ വലിയ വാക്കുകൾ, എല്ലാ കാലത്തും വലിയ പ്രചോദനം നൽകുന്ന, വലിയ ആവേശം നൽകുന്ന, വലിയ പാഠം നൽകുന്ന വാക്കുകൾ നമ്മോട് പറഞ്ഞു പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വചനങ്ങൾ ശേഖരിക്കുക, കഴിയുമെങ്കിൽ അവരുടെ ചിത്രങ്ങളും ശേഖരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വചനങ്ങൾ ശേഖരിച്ച് എഴുതാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഒരുപാട് മഹൽ വചനങ്ങൾ കിട്ടും. ഞാൻ കുറച്ച് മഹൽ വചനങ്ങൾ ഇവിടെ കാണിച്ചു തരാം. വലിയ അർത്ഥങ്ങൾ നൽകുന്ന വാക്കുകളായിരിക്കും ആ മഹൽ വചനങ്ങൾ. നോക്കൂ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ആരാത് പറഞ്ഞത്? ഗാന്ധിജി എന്ന മഹാനാണ്, ഒരു മഹാനാണ് ഗാന്ധിജി എന്ന മഹാനാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞത്. നിങ്ങൾ സ്വയം കുനിഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് കയറിയിരിക്കുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. ആരാ പറഞ്ഞു? മാർട്ടിൻ ലൂതർ കിങ്, അറിയാലോ, വലിയ മഹാനാണ്. ഓക്കെ, നമ്മുടെ ദൗർബല്യങ്ങളെ നാം എന്ന് കീഴടക്കുന്നുവോ അന്ന് നമുക്ക് ദുഃഖമില്ല, മരണമില്ല. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു വലിയ വാക്കാണത്. നമ്മുടെ ദൗർബല്യങ്ങളെ നാം എന്ന് കീഴടക്കുന്നുവോ അന്ന് നമുക്ക് ദുഃഖമില്ല, മരണമില്ല. അനീതിയുടെയും അക്രമത്തിന്റെയും പ്രധാന കാരണം സ്നേഹമില്ലായ്മയാണ്. ആരെ പറഞ്ഞത്? മദർ തെരേസയാണ് പറഞ്ഞത് അല്ലേ? മദർ തെരേസയാണ്. ഒരു നല്ല പുസ്തകം 100 നല്ല കുട്ടികൾക്ക് സമാനമാണ്. ആരാ പറഞ്ഞത്? APJ അബ്ദുൽ കലാമാണ് പറഞ്ഞത് അല്ലേ? ഓക്കെ, നേരത്തെ പറഞ്ഞല്ലോ, സ്വപ്നം കാണുന്ന എന്താണ്? ഉറക്കം ഇല്ലാതാക്കുന്നതാണ് സ്വപ്നം എന്ന് പറഞ്ഞതാണ്. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം നഷ്ടപ്പെടുത്തുന്നതാണ് സ്വപ്നം. നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അതേമാതിരി വാക്കാണ് ഇതും. ആദ്യം തന്നിൽ തന്നെ വിശ്വാസമുള്ളവരാകുക, പിന്നെ ഈശ്വരനിലും. സ്വാമി വിവേകാനന്ദ പറഞ്ഞ വേറൊരു വാക്കാണ് അത്. ദൈവം നിങ്ങളോട് വിജയികളാകാനല്ല വിശ്വസ്തരാകാനാണ് ആവശ്യപ്പെടുന്നത്. മദർ തെരേസ പറഞ്ഞ
ഒരു വാക്കാണ്. നോക്കൂ, ഇങ്ങനെ മഹാന്മാരുടെ ധാരാളം വചനങ്ങൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാനുണ്ടാകും. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വചനങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ കൂട്ടുകാരെ, നമ്മൾ നന്മയുടെ പ്രതീകങ്ങളാണ് ഇന്ന് പഠിച്ച പല കാര്യങ്ങളും. ഒക്കെ നന്മയുടെ പ്രതീകമായിരുന്നു നമ്മുടെ പാഠഭാഗത്ത് പറഞ്ഞ മദർ തെരേസ. മദർ തെരേസയെ കുറിച്ച് ഇനി നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഓക്കെ, ഈ പാഠഭാഗത്തിന്റെ പൂമൊട്ട് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ ആദ്യത്തെ ഭാഗം നിങ്ങൾ കണ്ടിരിക്കും. രണ്ടാമത്തെ ഭാഗമാണ് ഇതുള്ളത്. ഇനി മൂന്നാമത്തെ ഭാഗമൊക്കെ നമുക്ക് കാണാം. ഓക്കെ, തുടർ ഭാഗങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.